Hello, this is Justin B. James. Welcome to another video. ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ ബിസിനസ് എൻവയോൺമെന്റിന്റെ UGC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. And if you are new at my channel, please don't forget to subscribe my channel and also enable the bell icon. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. Dash consists of economic conditions, economic policies, industrial policies and economic system. അപ്പം ഇതെല്ലാം ഉൾപ്പെടുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊരു സംഗതിയിലാണ്, ഏതൊരു എൻവയോൺമെന്റിലാണ് എക്കണോമിക് പോളിസീസും എക്കണോമിക് കണ്ടീഷൻസും ഇൻഡസ്ട്രിയൽ പോളിസീസും എക്കണോമിക് സിസ്റ്റവും അടങ്ങിയിരിക്കുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ദാറ്റ് ഈസ് എക്കണോമിക് എൻവയോൺമെന്റിലാണ് ഈ കാര്യങ്ങളെല്ലാം ഇൻവോൾവ് ആയി അല്ലെ. ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ എല്ലാം ആവാം. എക്കണോമിക് ആകാം, പൊളിറ്റിക്കൽ ആകാം, ടെക്നിക്കൽ ആകാം, എൻവയോൺമെന്റൽ ആകാം, എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നാച്ചുറൽ എൻവയോൺമെന്റിലേക്ക് വരുന്ന സമയത്ത് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, പക്ഷെ നമുക്ക് എക്കണോമിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ കമ്പോണൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് എക്കണോമിക് എൻവയോൺമെന്റ്. നെക്സ്റ്റ് വൺ ഈസ് ആൻ അനാലിസിസ് ഓഫ് ദി എക്സ്റ്റേണൽ എൻവയോൺമെന്റ് എനേബിൾസ് എ ഫേം ടു ഐഡന്റിഫൈ. നമ്മളൊരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ്, നമുക്ക് രണ്ട് എൻവയോൺമെന്റ് ഉണ്ടെന്ന് നമുക്കറിയാം ഇല്ലേ, ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. അപ്പം ഇതിൽ എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നത്? ദി ആൻസർ ഈസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ആയിരിക്കും. ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. തീർച്ചയായിട്ടും സ്ട്രെങ്ത് ആൻഡ് ഓപ്പർച്യൂണിറ്റി. നമുക്കൊരു എക്സ്റ്റേണൽ എൻവയോൺമെന്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് അല്ല അറിയാം അല്ലെ, ഓപ്പർച്യൂണിറ്റി മാത്രമല്ല അറിയുന്നത്, റൈറ്റ്? അപ്പൊ നമ്മുടെ സ്ട്രെങ്ത് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ഇന്റേണൽ എൻവയോൺമെന്റിൽ എന്തുമാത്രം നമുക്ക് കേപ്പബിൾ ഉണ്ടെന്ന് നമുക്കറിയണം അല്ലെ. സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അല്ല, വീക്ക്നെസ്സും ത്രെട്ടും അല്ല. എന്തായിരിക്കും ആൻസർ? ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് ആയിരിക്കും. നമുക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്ക് ഒരു എക്സ്റ്റേണൽ എൻവയോൺമെന്റിൽ ഉള്ളത്, അറ്റ് ദ സെയിം ടൈം എന്തൊക്കെ ത്രെഡ്സ് ആണ് നമുക്ക് നേരിടാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ ആൻസർ ഈസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ്. നെക്സ്റ്റ് വൺ ഈസ് these are forces in the company's immediate environment that affect the performance of the company. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഫോഴ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് മാക്രോ എൻവയോൺമെന്റ്. മാക്രോ എൻവയോൺമെന്റ് ഇല്ലേ, അതായത് മൊത്തത്തിലുള്ള എൻവയോൺമെന്റ് ആണ് നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിക്കാനായിട്ട് സാധ്യമായത്. അതിലെ ഓരോ ഇൻഡിവിജ്വൽ മൈക്രോ, ടെക്നിക്കൽ, നാച്ചുറൽ, അതിലെ കുറച്ചുകൂടി മൈനർ ആയിട്ടുള്ളതാണ്. പക്ഷെ മേജർ ഒരു പ്രശ്നം വരുന്നത് മാക്രോ എൻവയോൺമെന്റിലെ ഫോഴ്സസ് ആയിരിക്കും നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്. 4. This type of economic system, government interventions will be absent. Intervention will be absent. അപ്പൊ ഗവൺമെന്റിന്റെ ഒരു കൈകടത്തലോ കാര്യങ്ങളോ ഇല്ലാത്തതായിട്ടുള്ള ഒരു എക്കണോമിക് സിസ്റ്റം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി നമുക്കറിയാം ഫ്രീ എന്റർപ്രൈസ് എക്കോണമി ആയിരിക്കും. അവിടെ പ്രൈവറ്റ് എന്റർപ്രൈസസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അവിടേക്ക് ഗവൺമെന്റിന്റെ വലിയ ഇന്റർവെൻഷനും കാര്യങ്ങളും നമുക്ക് ഉണ്ടാവുകയില്ല. നെക്സ്റ്റ്, ഡാഷ് ഇസ് ദ എക്കണോമിക് സിസ്റ്റം വേർ ദ മീൻസ് ഓഫ് പ്രൊട്ടക്ഷൻ ഓൺഡ് ആൻഡ് മെയിൻറ്റൈൻഡ് ബൈ ദ സ്റ്റേറ്റ്. ഓക്കെ, ഒരു എക്കണോമിക് സിസ്റ്റം അവിടെയുള്ള റിസോഴ്സസ് ആണെങ്കിലും എന്തൊരു കാര്യങ്ങളും ആണെങ്കിലും അതിന്റെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്തത് അല്ലെങ്കിൽ ഓൺ ചെയ്യുന്നത് സ്റ്റേറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ളൊരു എക്കണോമിക് സിസ്റ്റത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി അത് സോഷ്യലിസം ആണ് അല്ലെ. ക്യാപിറ്റലിസം അല്ല, അത് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ആണ്. മിക്സ്ഡ് എക്കോണമിയിൽ രണ്ടുപേരുടെയും ഇതുണ്ട് അല്ലെ, കോമൺ എക്കോണമിയും അല്ല. ആൻഡ് ദാറ്റ് ഈസ് സോഷ്യലിസം ആയിരിക്കും അതിന്റെ ആൻസർ. നെക്സ്റ്റ്, ഡാഷ് ഈസ് കൺസേൺ വിത്ത് ദ ഒബ്ലിഗേഷൻ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ബിസിനസ് ടു ദ സൊസൈറ്റി അല്ലെ. നമുക്കറിയാം ഒരു ബിസിനസ് ഓർഗനൈസേഷന് സൊസൈറ്റിയോട് ചില റെസ്പോൺസിബിലിറ്റി ഉണ്ട്, റൈറ്റ്? അതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നമുക്ക് കൃത്യമായിട്ട് അറിയാം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. സ്റ്റാറ്റസ് അല്ല, അതോറിറ്റിയും അല്ല. ആൻസർ ഈസ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. The question is, which of the following cannot be included under the nature of a relationship between business and environment? ബിസിനസ്സും എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു ബന്ധത്തെ കാണിക്കാത്തതായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത് അല്ലെ. ഇന്റർ ഡിപ്പെൻഡൻസ്, തീർച്ചയായിട്ടും അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട് അല്ലെ. ബിസിനസ്സും എൻവയോൺമെന്റും തമ്മിലൊരു റിലേഷൻ വരുന്നുണ്ട്. ഡൈനാമിക്, തീർച്ചയായിട്ടും. സോഷ്യൽ ചേഞ്ച്, ഇതെല്ലാം ആ ഒരു ബിസിനസ് എൻവയോൺമെന്റിൽ അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റിൽ തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്നത്. പക്ഷെ ഫിക്സ്ഡ്, റൈറ്റ്, ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അല്ലെ. വിച്ച് കനോട്ട് ബി ഇൻക്ലൂഡഡ് അണ്ടർ ദ നേച്ചർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് എൻവയോൺമെന്റ്. ബിസിനസ്സും എൻവയോൺമെന്റും തമ്മിലുള്ള ഒരു റിലേഷൻ ഫിക്സ്ഡ്
ആയിരിക്കുകയില്ല ഇല്ലേ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻക്ലൂഡ് ചെയ്യാത്തതായിട്ടുള്ളത് cannot be included അല്ലേ? ചെയ്യാൻ പറ്റാതായിട്ടുള്ളത് ഏതാണ്? ഫിക്സ്ഡ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് നമുക്കത് കാണിക്കാൻ പറ്റുന്നത്. ആൻസർ ഈസ് ഫിക്സ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following is not an essential feature of social environment? സോഷ്യൽ എൻവയോൺമെന്റിൽ നമുക്ക് കാണാൻ സാധ്യമാകാത്തതായിട്ടുള്ള ഒരു ഫീച്ചർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. കോമ്പറ്റീവ്നെസ്, റെസ്പെക്ട് ഫോർ ദി ഇൻഡിവിജ്വൽ, ബെറ്റർ ക്വാളിറ്റി ലൈഫ്, ബെയിൽമെന്റ്. സോ ആൻസർ എന്ന് പറയുന്നത് ബെയിൽമെന്റ് ആണ്. സോ ബെയിൽമെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു എ ലീഗൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ഇൻ കോമൺ ലോ ഇല്ലേ? ഒരു നിയമപരമായിട്ടുള്ള ഒരു ബന്ധമാണ് നമുക്ക് അവിടെ കാണിക്കാനായിട്ട് സാധിക്കും. ഒരു പർട്ടിക്കുലർ വ്യക്തി ഒരു അസറ്റ് വേറെ ഒരാളിലേക്ക് കൊടുക്കുകയാണ്. ഓണർഷിപ്പോ കാര്യങ്ങളൊന്നും മാറുന്നില്ല, പക്ഷെ വേറെ ഒരാളുടെ കയ്യിലേക്ക് ആ ഒരു അസറ്റ് കൊടുക്കുന്നു, പിന്നെ തിരികെ വാങ്ങും. ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമുക്ക് ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ബെയിലർ ബെയിലി റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതൊരു സോഷ്യൽ എൻവയോൺമെന്റില് ഒരു ഫീച്ചർ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ കോമ്പറ്റീറ്റീവ്നെസ് ഒരു സോഷ്യൽ എൻവയോൺമെന്റിൽ ഒരു ഫീച്ചറാണ്. റെസ്പെക്ട് ഫോർ ദി ഇൻഡിവിജ്വൽസ് സോഷ്യൽ എൻവയോൺമെന്റ് നമ്മൾ കാണിക്കുന്നതായിട്ടുള്ള ഒരു ഫീച്ചറാണ്. ബെറ്റർ ക്വാളിറ്റി ലൈഫ് പക്ഷെ ബെയിൽമെന്റ് ഒരിക്കലുമല്ല. സോ ദി ആൻസർ ഈസ് ബെയിൽമെന്റ്. നെക്സ്റ്റ് 9th question. The low income economies are sometimes refers to as low income economies നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് തേർഡ് വേൾഡ്. തേർഡ് വേൾഡിനെയാണ് നമ്മൾ ലോ ഇൻകം എക്കോണമീസിനെ പറയുന്നത്. കുറച്ചുകൂടെ നമുക്ക് അത്ര ഡെവലപ്പ് ആകാത്ത കൺട്രീസിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത് തേർഡ് വേൾഡ് എന്നുള്ളത്. ഫസ്റ്റും സെക്കൻഡും എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ടുള്ള ഒരു വലിയ ലെവലിൽ നിൽക്കുന്ന കൺട്രീസിനെയാണ് നമ്മൾ ഫസ്റ്റ് വേൾഡ്, സെക്കൻഡ് വേൾഡ് എന്നൊക്കെ പറഞ്ഞത്. തീരെ താഴെയുള്ളതിനെയാണ് നമ്മൾ തേർഡ് വേൾഡ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈസ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പബ്ലിക് സെക്ടർ ബാങ്ക് ആണോ, പ്രൈവറ്റ് സെക്ടർ ആണോ, ജോയിന്റ് സെക്ടർ ആണോ, നോൺ നാഷണലൈസ്ഡ് ബാങ്ക് ആണോ എന്നുള്ളതാണ്. ആൻസർ ഈസ് പബ്ലിക് സെക്ടർ ബാങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which year the Constitution of India was amended to add, among other things, that India should be a socialist state? ഏത് വർഷമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മറ്റെല്ലാ കാര്യങ്ങളുടെ കൂടെയും സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണെന്നും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്കറിയാം സെക്യുലർ ആൻഡ് സോഷ്യലിസ്റ്റ് എന്നുള്ള ടേമാണ്. നേരത്തെ സെക്യുലർ എന്ന് മാത്രമായിരുന്നു, പക്ഷെ നമ്മൾ അതിന്റെ കൂടെ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റും കൂടെ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി ഇരുന്ന സമയത്തായിരുന്നു നമ്മൾ അത് ചെയ്തിട്ടുള്ളത്. അപ്പം പ്രധാനമായിട്ടും അത് ചെയ്യുന്നതിനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ടു റീഅഷ്യൂർ ദ നേഷൻ ദാറ്റ് മൈനോറിറ്റീസ് വുഡ് ബി സേഫ് ആൻഡ് ദ മണീഡ് ക്ലാസസ് വുഡ് നോട്ട് ഡോമിനേറ്റ് ദി എക്കോണമി. അല്ലെ, എല്ലാവർക്കും തുല്യമായിട്ടുള്ള ഒരു നീതിയും ഒരു ഇക്വാളിറ്റിയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സെക്യുലറിന്റെ കൂടെ സോഷ്യലിസ്റ്റ് എന്ന പദം കൂടെ നമ്മൾ ചേർത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്തിട്ടുള്ള ഇയർ എന്ന് പറയുന്നത് 1976-ലാണ്. 1976-ലാണ് സോഷ്യലിസ്റ്റ് എന്ന വാക്കും കൂടെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനകത്തിൽ. നെക്സ്റ്റ് വൺ ഈസ് മെത്തേഡ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് കോംപ്ലക്സ് ടെക്നോളജീസ്. അല്ലെ, ഏത് ഒരു മെത്തേഡിനെയാണ് കോംപ്ലക്സ് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതായത് നമുക്കിപ്പം ചില ടെക്നിക്കൽ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലായിരിക്കാം, ഒരു വലിയൊരു ടെക്നോളജിയുടെ കാര്യം നമുക്ക് അറിയത്തില്ലായിരിക്കാം. അത് നമുക്ക് വേറെ ഒരാളെ ഏൽപ്പിക്കാം. അത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം നമ്മുടെ കയ്യിലേക്ക് എത്തുന്നു. എന്നിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മളാണ് നോക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടേൺ കീ കോൺട്രാക്ട്സ് എന്ന് പറയും. ടേൺ കീ കോൺട്രാക്ട്സ്. നമ്മളൊരു വീട് പണിയാനായിട്ട് പോകുന്നു. നമുക്കിപ്പോൾ വീട് പണിയാനുള്ള അറിവൊന്നും ഇല്ലായിരിക്കാം. നമ്മളൊരു കോൺട്രാക്ടറിനെ ഏൽപ്പിക്കുന്നു, ഇല്ലേ? കോൺട്രാക്ടർ പണി കഴിയുന്ന താക്കോല് നമ്മുടെ കയ്യിലേക്ക് തരുന്നു, ഇല്ലേ? അതാണ് ലിറ്ററലി അങ്ങനെ നമുക്ക് പറയാം, ഇല്ലേ? അപ്പൊ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുക, അവർ നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ എന്താക്കി നമ്മളതിന്റെ ഒരു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടേക്ക് ഓവർ ചെയ്യണം. അതിനെയാണ് ടേൺ കീ കോൺട്രാക്ട്സ് എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് which act was replaced with the introduction of Competition Act 2002? 2002-ലെ കോമ്പറ്റീഷൻ ആക്ട് ഏതൊരു ലോയെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്നാണ് ചോദ്യം. സോ ആൻസർ എന്ന് പറയുന്നത് MRTP. MRTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് 1969. മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട് ആണ്
കാരണം അത് കാലക്രമേണ അബ്സൊല്യൂട്ട് ആയി പോയി കഴിഞ്ഞിരുന്നു. കാലങ്ങൾ കഴിയുന്തോറും നമ്മുടെ നിയമങ്ങളിൽ മാറ്റങ്ങൾ വരണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് ആ സമയത്ത് അത് മാറ്റിയത്. അത് മാറ്റിയതിനു ശേഷമാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തത്. ഫെറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് ആണ് 1973. അതല്ല. POTA എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് ആണ് 2004. അതുമല്ല. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് MRTP, Monopolistic and Restrictive Trade Practice Act. Next, Competition Act was enacted in the year. നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു. എന്താണ്? 2002 പറഞ്ഞു. ഈ മന്ത് എന്ന് പറയുന്നത് ഡിസംബർ ആണ്. ഡിസംബർ 2002 നമ്മളത് എനാക്ട് ചെയ്തിരിക്കുന്നത്. Which committee recommended the enactment of Competition Act? ഏത് കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തതെന്നാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് ഹൈ ലെവൽ കമ്മിറ്റി ഓൺ കോമ്പൻസേഷൻ പോളിസി ആൻഡ് ലോ എന്നുള്ളതാണ്. ഹൈ ലെവൽ കമ്മിറ്റി ഓൺ കോമ്പൻസേഷൻ പോളിസി ആൻഡ് ലോ. നെക്സ്റ്റ്, who has developed the system approach of industrial relation? ഇൻഡസ്ട്രിയൽ റിലേഷനെ സിസ്റ്റം അപ്രോച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആരാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ആൻസർ ഈസ് ജോൺ ഡൺലോപ്പ്. ജോൺ ഡൺലോപ്പ് ആണ്. എന്താണ് സിസ്റ്റം അപ്രോച്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that everything is interrelated and interdependent എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Okay, so individuals are part of an ongoing but independent social system. The behavior and role of the individual is shaped by the culture of the society. ഇല്ല, ഒരു കൾച്ചറിന്റെ ആ ഒരു സിസ്റ്റം നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബിഹേവിയർ, നമ്മുടെ റോൾ, ഇതെല്ലാം ബിൽഡ് ചെയ്യുന്നതിൽ ആ ഒരു എൻവയോൺമെന്റ് നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, ജോൺ ഡൺലോപ്പ്. നെക്സ്റ്റ്, ഫെമ വാസ് പാസ്ഡ് ഇൻ ദി ഇയർ. ഫെമ എന്നാണ് പാസ് ചെയ്തിരിക്കുന്നത്. ഫെമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഫെമ എന്നാണ് പാസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ആൻഡ് ഇറ്റ് ഈസ് 1999 ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. 1999 ഇത് ആക്ട് ചെയ്തിരിക്കുന്നത്, പാസ് ചെയ്തിരിക്കുന്നത്. Dash is an act to control and regulate the concentration of economic power to the common detriment. ഏതൊരു റോളാണ് അല്ലെങ്കിൽ ഏതൊരു ആക്ട് ആണ് ഒരു എക്കണോമിക് പവർ കോൺസെൻട്രേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിനും റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് വന്നിരിക്കുന്നത്. ഏതാണ് നമുക്ക് വന്നിരിക്കുന്നത്? MRTP ആണ്. MRTP ആണ് നമുക്ക് വന്നിരിക്കുന്ന ആൻസർ. മൊണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് അല്ലെ, ആ ഒരു മൊണോപ്പൊളി പവർ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കത് വന്നിരിക്കുന്നത്. MRTP ആണ് നമുക്ക് വരുന്ന ആൻസർ. അവിടെ മറ്റ് രണ്ട് വാക്കുകൂടെ നമുക്ക് കാണാൻ പറ്റും. ITDA എന്നുണ്ട്. IT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റിഗ്രേറ്റഡ് ട്രിബ്യൂണൽ ഡെവലപ്മെന്റ് ഏജൻസി എന്നുള്ളതാണ് ITDA ആക്ട്. ILO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണ്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് MRTP, മൊണോപോളിസ്റ്റിക് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡാഷ് ഈസ് ദ മെയിൻ എയിം ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ. എക്കണോമിക് പ്ലാനിങ്ങിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളതാണ്, അല്ലെങ്കിൽ മെയിൻ എയിം എന്താണെന്നുള്ളതാണ് ചോദ്യം. ആൻസർ എന്ന് പറയുന്നത് ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്. ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്. നെക്സ്റ്റ് ചോദ്യം, what is triple bottom line audit? What is triple bottom line audit? So it is an accounting framework that incorporate 3 dimensions of performance, അതായത് social, environmental and financial. ഈ 3 മേഖലകളിലെയും കാര്യങ്ങളെയും അവരുടെ പെർഫോമൻസ് കൃത്യമായി അളക്കുന്നതിന് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രിപ്പിൾ ബോട്ടം ലൈൻ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. പ്രധാനമായിട്ടും അത് സോഷ്യൽ ആ റീജിയനിലുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, എൻവയോൺമെന്റൽ കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ദാറ്റ് ഈസ് എക്കണോമിക്. ഇങ്ങനെ 3 മേഖലകളെയായിരിക്കും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുക. സോഷ്യൽ, എക്കണോമിക് ആൻഡ് എൻവയോൺമെന്റൽ ഓഡിറ്റ്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഡസ് ദ PPP ഓർ P3 ഇനിഷ്യേറ്റീവ് റെഫേഴ്സ് ടു? ആൻസർ എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണ്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റും പ്രൈവറ്റ് ഓർഗനൈസേഷനും കൂടെ ഒരുമിച്ച് ചില പ്രോജക്റ്റുകൾ ഏറ്റെടുക്കും. കാരണം അത് വേറെ ഒന്നിനുമല്ല, അതിന്റെ ഒരു എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം പ്രൈവറ്റ് ഓർഗനൈസേഷൻ കുറച്ചുകൂടി സ്പീഡപ്പ് ആണ് കാര്യങ്ങൾ. അപ്പം ഗവൺമെന്റും പ്രൈവറ്റും കൂടെ അവർ ഒരുമിച്ച് കൈകോർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്പീഡപ്പ് ആയിട്ട് പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധ്യമാണ്. ഓക്കെ, അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്.
Next, what does the PFI initiative refers to? PFI initiative എന്താണ് refers ചെയ്യുന്നത്? Full form എന്താണ്? It is Private Finance Initiative എന്നുള്ളതാണ് answer. Private Finance Initiative. Next question. Secondary screening involves. Secondary screening il എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? So an external environmental analysis ആണ്, risk analysis ആണ്, competitor analysis ആണ്, or an external environment analysis and risk analysis. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? An external environment analysis and risk analysis എന്നുള്ളതാണ് secondary screening ൽ നമുക്ക് വരുന്നത്. Next question. The sale of substandard and hazardous good under defined conditions constitute. ഇല്ലേ, അല്ലെങ്കിൽ ഈ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹസാർഡസ് ഗുഡുകൾ ഈ ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് നമുക്ക് അവിടെ ഇത് വിൽക്കാനും കാര്യങ്ങളെല്ലാം പറ്റത്തുള്ളൂ. അപ്പൊ അതെല്ലാം തടയുന്നതിനും അതിനെ കൺട്രോൾ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏത് റൂളാണ് നമുക്ക് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്നാണ് നമുക്ക് അതിനെ പറയാൻ പറ്റുന്നത്. റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് നമുക്ക് സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇപ്പൊ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലേക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിന് താഴ്ന്ന ഗുഡ്സ് ഒരിക്കലും നമ്മൾ അവിടെ കൺസിഡർ ചെയ്യത്തില്ല. അപ്പൊ അതെല്ലാം ഇങ്ങനെയുള്ള നിയമങ്ങളാണ് അതിനെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള റൂളിനെയാണ് എന്ത് പറയുന്നത്, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ്. നെക്സ്റ്റ്, ഡാഷ് ഇസ് എ സോഷ്യൽ മൂവ്മെന്റ് സീക്കിംഗ് ടു ഓഗ്മെന്റ് ദ റൈറ്റ്സ് ആൻഡ് പവേഴ്സ് ഓഫ് ബയേഴ്സ്. ബയേഴ്സിന്റെ റൈറ്റ്സിനും പവേഴ്സിനെയും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ മൂവ്മെന്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആൻഡ് ദാറ്റ് ഈസ് കൺസ്യൂമറിസം. Consumerism. Next, industry policy of 1948 aimed at, simple ചോദ്യമാണ്, ഇൻഡസ്ട്രി പോളിസി എന്തിനാണ് എയിം ചെയ്തിരിക്കുന്നത്? ഇൻഡസ്ട്രിയലൈസേഷൻ. By which act the government checks restrictive trade? ഏത് നിയമത്തിലൂടെയാണ് ഈ റെസ്ട്രിക്റ്റീവ് ട്രേഡുകളെല്ലാം ഗവൺമെന്റ് ചെക്ക് ചെയ്യുന്നത്, അതിനെ പറ്റിയിട്ട് കൃത്യമായി നോക്കുന്നതെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് MRTP ആക്ട് ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ചോദ്യം, പ്രൈവറ്റൈസേഷൻ ഓഫ് ഓണർഷിപ്പ് ത്രൂ സ്കെയിൽ ഓഫ് ഇക്വിറ്റി ഷെയർ ഈസ് കോൾഡ്. ഇല്ലേ, അതായത് ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷൻ അവരുടെ ഷെയറുകളിൽ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് സെയിൽ നടത്തി ആ രീതിയിൽ അതിനെ പ്രൈവറ്റൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താണെന്ന ചോദ്യം. ദാറ്റ് ഈസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇല്ലേ, നമ്മള് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഷെയറുകൾ എന്ത് ചെയ്യുന്നു, ആർക്ക് കൊടുക്കുന്നു? പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യുന്നു, വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലേ, അതിലൂടെ ഗവൺമെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റുകൾ എന്ത് ചെയ്യുന്നു, അവിടെ ഇല്ലാതാകുന്നു. ഇല്ലേ, ഡിസ്ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് അത് ആർക്ക് കൊടുക്കുന്നത്? പ്രൈവറ്റ് ഓർഗനൈസേഷന് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്രെഡിറ്റ് ഫോർ ഇൻവെന്റിംഗ് ദ വേർഡ് പ്രൈവറ്റൈസേഷൻ ഗോസ് ടു. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നാണ് ചോദ്യം. ആൻഡ് ദാറ്റ് ഈസ് പീറ്റർ ഡ്രക്കർ. പീറ്റർ ഡ്രക്കർ ആണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു ടേം നമുക്കിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ ലിബറലൈസേഷൻ ആൻഡ് പ്രൈവറ്റൈസേഷൻ ബിഗൻ ഫ്രം. അല്ലെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷനും എല്ലാം ഏത് വർഷമാണ് ആരംഭിച്ചതെന്നാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇൻ 1991. 30 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബിസിനസ് എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 30 MCQs ആണ്. നമുക്ക് ഭാവിയിൽ MCQ ഒക്കെ ചോദിക്കാവുന്ന, നെറ്റ് എക്സാമിൽ ചോദിക്കാവുന്നതാണ്. നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. അപ്പൊ ആ പോർഷൻസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനലിൽ പുതിയതായിട്ട് വന്നവരാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളിത് പുതുതായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.